ഒന്നാമത്തെ പ്രതിഫലം എന്താ? ഇവിടുത്തെ ദുഃഖം ഇല്ലാതാക്കി തരും. രണ്ടാമത്തെ പ്രതിഫലം ഖുർആൻ ഒന്ന് പറയുന്ന ആരേലും നോക്കട്ടെ, വല്ലതും രണ്ടാമത്തെ പ്രതിഫലം ഏതാ? ഒരു മനുഷ്യന് ദുഃഖമുണ്ടായാൽ ആ ദുഃഖം മാറ്റാൻ, സമാധാനം നൽകാൻ, ഒരാളുടെ മനസ്സിന് വല്ലാത്ത ദുഃഖം, ആ ദുഃഖം മാറണമെങ്കിൽ ആരുണ്ടാവണം? ഞാൻ പറയുന്ന ഖുർആനാണ്, വേറൊന്നുമല്ല. സമാധാനം ഉണ്ടാവണം. സമാധാനം നൽകാൻ ലോകത്ത് ആർക്കാ കഴിയുക? ആർക്കേ കഴിയൂ? മനുഷ്യന്റെ അസ്വസ്ഥബാധിതമായ മനസ്സിന് സമാധാനം നൽകാൻ, നിങ്ങൾ നന്നായിട്ട് കേട്ടോളീൻ, ഒരു മനുഷ്യന്റെ മനസ്സിന് ദുഃഖമുണ്ടായാൽ ആ ദുഃഖം മാറ്റാൻ രണ്ടാളുകൾക്ക് കഴിയൂ എന്ന് ഖുർആൻ. മനുഷ്യന്റെ ദുഃഖത്തിന് സമാധാനം കൊടുക്കാൻ രണ്ട് സ്ഥലത്ത് നിന്ന് സമാധാനം കിട്ടൂ. ഞാൻ പറയുന്നതല്ല ഖുർആൻ. ഒന്ന് സമാധാനം എന്ന് പറയുന്ന വാക്കിന് ഖുർആൻ പ്രയോഗിക്കുന്ന പദം സക്കീനത്ത് എന്നാണ്. എന്തെന്നാണ്? സക്കീനത്ത്. മനുഷ്യന്റെ മനസ്സിന് വല്ലാതെ ദുഃഖമുണ്ടായാൽ രാത്രിയിൽ ഉറക്കം വരാതെ കിടന്നുറങ്ങാൻ പറ്റാതെ 1000 ദുഃഖങ്ങൾ കടന്നു വരുമ്പോ ആ സമയത്ത് അവന് ദുഃഖത്തിന്, പ്രയാസത്തിന് അറുതി വരുത്താൻ കഴിയുന്നത് ആർക്കാ? സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ പറയട്ടെ, ഞാൻ പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. അള്ളാഹു അവന്റെ ഹൃദയത്തിന് സമാധാനം കൊടുക്കണം. പടച്ച തമ്പുരാൻ സമാധാനം കൊടുക്കണം. ഏത് പ്രയാസം ഉണ്ടാകുമ്പോ, ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോ അള്ള പറയണം, ഭയക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. സഹോദരങ്ങളെ, അലറി വിളിക്കുന്ന ചെങ്കടലിന്റെ മുമ്പിൽ ചെല്ലുമ്പോ മുമ്പോട്ട് പോയാൻ ചെങ്കടലാണ്, പുറകുഭാഗത്ത് ഫറോവയുടെ പട്ടാളക്കാരാണ്. ആ സമയത്ത് മൂസാ നബിയുടെ ഹൃദയത്തിന് സമാധാനം കൊടുത്തതാരാ? അള്ള പറഞ്ഞില്ല, കാലക്കല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അലറിയടിക്കുന്ന തിരമാലകളുടെ മുമ്പിൽ വല്ലാതെ പകച്ചു നിൽക്കുമ്പോ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്താ? എന്റെ അള്ളയല്ലേ എന്റെ കൂടെയുള്ളത്, അവൻ എന്നെ കൈവിടില്ല, അവൻ എന്നെ ഉപേക്ഷിക്കില്ല, അവൻ എന്റെ ജീവിതത്തിനൊരു കൂട്ടാളിയാകുമെന്ന്. എത്രയോ സംഭവങ്ങൾ ഖുർആനിലുണ്ട്, അത് പറയാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, ഇവിടെ തടിച്ചുകൂടിയ പുരുഷാരത്തോട് ഞാൻ പറയുകയാണ്, ദുനിയാവിലെ രണ്ടാമത്തെ പ്രതിഫലമേടാ, അല്ല നമുക്ക് സമാധാനം നൽകണം. രണ്ടാമത് നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകാൻ അല്ല ലോകത്ത് പടച്ചു വെച്ച ഒരേ ഒരാളേ ഉള്ളൂ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹോദരിമാരോട്, കാതിൽ കിടന്ന സ്വർണ്ണാഭരണമൂരി പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി തന്നവരോട് ആരാ സമാധാനം കൊടുക്കാൻ കഴിയുക? അള്ളാന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വമിനായാതിഹി അൻഖലകലകും മിൻ അൻഫുസികും വസുവാദാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹ് പറയുന്നു, നിന്റെ ഭാര്യക്കാണ് ഏത് പ്രയാസമുണ്ടായാലും, ഏത് ബുദ്ധിമുട്ടുണ്ടായാലും, എത്രയൊക്കെ ജീവിതത്തിൽ പതറിപ്പോയാലും സ്വന്തം ഭാര്യ കൂടെ നിന്നാ, എത്ര വലിയ കടബാധ്യതയാകട്ടെ, ഏത് വലിയ മാരക രോഗമാകട്ടെ, ഏത് വലിയ പ്രയാസമാകട്ടെ, അല്ലാഹ് പറയുന്നു ആർക്കാ കഴിയുന്നതെന്നറിയോ? ലിതസ്കുനൂ ഇലൈഹാ. നിന്റെ ഭാര്യക്കാണ് കഴിയുക നിന്റെ ജീവിതത്തിന് സമാധാനം നൽകാൻ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ ഏറ്റവും വലിയ നിദാനമേടാ, അത് നിന്റെ ഭാര്യക്കാണെന്നല്ലാന്റെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നു, മഹർ 2012 സംഘാടകരെ, അതിനെ ഏറ്റെടുത്ത നാട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ ഭാര്യമാരെ ജീവിതത്തിൽ സാലിഹത്താക്കി തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് ജീവകാരുണ്യത്തിന്റെ ഖുർആന്റെ പ്രതിഫലമാണ്. അൻസാറുകളുടെ സ്വഭാവം, ഒന്ന്, അല്ല ദുഃഖിപ്പിക്കൂല. രണ്ട്, ഇത് വേറെ ആരും പറഞ്ഞു വരൂല. രണ്ട്, ഭാര്യമാരെ അല്ല സാലിഹത്താക്കി തരും. തഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മഹർ 2013
അടുത്ത വർഷം 2 പെൺകുട്ടികളുടെ മുഴുവൻ വിവാഹത്തിന്റെ ചെലവും 2 പെൺകുട്ടികളെ ഏറ്റെടുക്കുന്നു. തൊട്ടി സാലിഹ് ഹാജി, അബ്ദുൽ സാഹിബ് കുണിയ. തഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അവരെ അള്ളാഹു ഏറ്റെടുക്കട്ടെ. നിങ്ങൾക്കൊരൊറ്റ ദുആയേ ഉള്ളൂ എൻ്റെ മനസ്സുകൊണ്ട്, ഒരൊറ്റ ദുആ, നിങ്ങളെ അള്ളാഹ് ഏറ്റെടുക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. അള്ളാഹു സാലിഹ് ഹാജിയെയും അബ്ദുറഹ്മാൻ സാഹിബിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പൂർണ്ണമായിട്ട് അള്ളാഹു ഏറ്റെടുക്കട്ടെ. അവരുടെ മലക്കുകളുടെ കാവലിലാക്കട്ടെ. അവരുടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. പാവപ്പെട്ട 2 പെൺകുട്ടികളെ ഏറ്റെടുത്ത ആ മഹാപുരുഷന്മാർ അള്ളാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മക്കളെ അള്ളാഹു അവർക്ക് സാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ. ഇതാണ് അതിൻ്റെ പ്രതിഫലം. ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഓരോരുത്തർക്ക് അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഭാര്യമാരെ സാലിഹത്താക്കും. സാലിഹത്തായ ഭാര്യയെ തരും അള്ളാഹു. അങ്ങനെ ആക്കട്ടെ. ഞാൻ പറഞ്ഞല്ല, ഖുർആൻ ചരിത്രം സഹിതം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇരിക്കുവോ? ഖുർആന്റെ ആയത്തോതിയിട്ട് ചരിത്ര സഹിതം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു സാലിഹത്തായ ഭാര്യയെ തരും. 3-ാമത്തെ പ്രതിഫലം അതിനേക്കാളും വലിയ പ്രതിഫലമാണ്. 3-ാമത്തെ പ്രതിഫലം അതിനേക്കാളും വലിയ പ്രതിഫലമാണ്. ഇത് പ്രതിഫലം പറയാനുള്ള സദസ്സ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഖുർആൻ ഞാനല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും വല്ലാതെ ടെൻഷൻ അടിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഉപ്പ പറയും, മോനെ എന്തിനാ ടെൻഷൻ അടിക്കണേ? അപ്പോൾ കടവാണ്, പ്രയാസമാണ്. പേടിക്കണ്ട മോനെ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. നമ്മുടെ മനസ്സിന് അത്രയും സമാധാനം ഉണ്ടാവുമോ? സഹോദരങ്ങൾ പറഞ്ഞു, ഇക്ക എന്തിനാ വിഷമിക്കണേ? നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങളൊക്കെ മാറ്റാം. നമ്മുടെ മനസ്സിന് അത്രയും പ്രയാസം മാറ്റി കിട്ടുമോ? വല്ലാതെ ടെൻഷൻ അടിച്ച് കടവും വന്ന്, പ്രയാസവും വന്ന്, രോഗവും വന്ന്, എൻ്റെ പൊന്നു സഹോദരിമാരെ, നന്നായിട്ട് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. രോഗമുണ്ടാകുമ്പോൾ ഭർത്താവിനെ വേണ്ടാന്ന് വെക്കുന്നതല്ല പെണ്ണ്. രോഗം വരുമ്പോൾ പാതിരാ സമയത്ത് ഭർത്താവ് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ ലൈറ്റ് ഇട്ടിട്ട് വലത്തെ കൈ ഇങ്ങനെ കഴുത്തിൽ കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ മുഖത്തിന് നേരെ നോക്കിയിട്ട്, നിങ്ങൾ എന്തിനാ ബേജാറാവണേ? ദുഃഖമെങ്കിൽ ദുഃഖം, സുഖമെങ്കിൽ സുഖം, മരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. എന്താണെങ്കിലും നമുക്ക് 2 പേർക്കും ഒന്നിച്ചനുഭവിക്കാം, ഹൈറാവട്ടെ ഷറാവട്ടെ എന്ന് ഒരു ഭാര്യ പറഞ്ഞാൽ ആ സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം ലോകത്ത് വേറൊരാൾക്കും തരാൻ പറ്റുമോ? എന്താ തലയാട്ടാത്ത? നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ ഭാര്യമാരെ കുറിച്ച്? ഓളെ കൊണ്ട് അങ്ങനെയൊന്നും നടക്കൂല ഉസ്താദെ. അവള് വേണമെങ്കിൽ കഴുത്തേക്കടെ കൈയിടും. ഇട്ടിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഓള് കഴുത്തേക്കടെ കൈയിടും. പക്ഷെ ഇട്ടിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയൂല. ഈ ദജ്ജാൽ ഇതോടെ മരിച്ചിരുന്നെങ്കിൽ എന്ന് പറയും. കഴുത്തിന് പിടിച്ച് നിൽക്കൂ ഉസ്താദെ എന്ന് പറയും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഭാര്യ എന്ന് പറയുന്ന ഒരു സാധനം 3 കാര്യം ഒത്തു കിട്ടിയ അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. അല്ലെ, നെഹ്സ് ഉണ്ടെങ്കിൽ 3 കാര്യങ്ങളുണ്ടെന്നാണ് റസൂലുള്ള പറഞ്ഞത്. 1, വീട്. ചില വീട് ഒരാളുണ്ടാക്കി അതോടുകൂടി അവൻ തീരും. ചില വീടുകൾ എങ്ങനെയാണ്? നെഹ്സുള്ള 3 കാര്യം റസൂലുള്ള പറഞ്ഞിട്ട്. 1, വീട്. ചില വീട് വെച്ച് കഴിഞ്ഞാൽ അവൻ അതോടുകൂടി ഉപ്പുകല്ല് പൊടിഞ്ഞു പോണ പോലെ പോകും. 2, വാഹനം. നല്ല വാഹനം. നല്ല വീട്, നല്ല വാഹനം. നല്ല വാഹനം കിട്ടണം. ഈ പഴയ 82 മോഡൽ അംബാസഡറൊക്കെ ചിലരെടുക്കും. എടുത്തിട്ട് കൊണ്ടുപോയി പണിതാ നിൽക്കുമോ? ഈ വയറിളക്കം ഉള്ളവന് കോണ ഉടുപ്പിച്ച മാതിരി ഇരിക്കും. അതങ്ങനെ പറഞ്ഞു പോകും. വെള്ളം താഴെ പോകും, മറ്റേ മത്തിന് മാത്രം അവിടെ കിടക്കും. ചില വണ്ടി എടുത്ത് അവൻ അതോടെ തീരും, അത് പണിഞ്ഞ് തീരും. നല്ല വീട്, നല്ല വാഹനം. 3, പെണ്ണ്, നല്ല ഭാര്യ. ഭാര്യ നന്നായില്ലെങ്കിൽ സഹോദരങ്ങളെ ജീവിതാവസാനം വരെ സങ്കടമായിരിക്കും. അള്ളാഹുവിനെ സങ്കടപ്പെടുന്നവർക്ക് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ആ വിഷയം പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. ഭാര്യയുടെ മുഖം കണ്ടാൽ സന്തോഷം ഉണ്ടാകണം. അങ്ങനത്തെ ഭാര്യ അള്ളാഹു തരും. ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ. ഒരു ചെറുപ്പക്കാരൻ, ഇതെല്ലാം ചെറുപ്പക്കാരാണല്ലോ ഈ പരിപാടിയൊക്കെ നടത്തുന്ന, എല്ലാം ചെറുപ്പക്കാരല്ലേ. ഇച്ചിരി വയസ്സന്മാരായിട്ടുള്ള മൊയ്തു സാഹിബ് മാത്രമേ ഉള്ളൂ. മൊയ്തും ബഷീർക്കായും. വേറെ എല്ലാം ചെറുപ്പക്കാരല്ലേ. സലീം സാഹിബൊക്കെ തൈക്കളവൻ. കിളവനും എല്ലാം ചെറുപ്പക്കാരനല്ലോ, ഒരുമാതിരി തൈക്കളവൻ. ബാക്കിയൊക്കെ ചെറുപ്പക്കാരാ. ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയാൻ, 2 പെണ്ണുങ്ങളെ സഹായിച്ച ചെറുപ്പക്കാരൻ്റെ കഥ. ഖുർആൻ. ഞാൻ പറഞ്ഞല്ല, ഖുർആൻ. 2 പെൺകുട്ടികൾ നിസ്സഹായരായി നിന്നപ്പോൾ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ.
അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. സാലിഹത്തായ ഭാര്യ